കോട്ടയം അയർക്കുന്നത്ത് പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്ത അമ്മയുടെയും പെൺമക്കളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് പ്രധാന മരണകാരണം. അമ്മ ജിസ്മോളുടെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ട്. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തി. മീനച്ചിലാറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത അഭിഭാഷകയായ ജിസ്മോൾ തോമസ്, മക്കളായ നേഹ, പൊന്നു എന്നിവരുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നടത്തിയ പോസ്റ്റ്മോർട്ടത്തിൽ 3 പേരുടെയും മരണകാരണം ആന്തരിക അവയവങ്ങളിൽ വെള്ളം നിറഞ്ഞതാണെന്ന് കണ്ടെത്തി. ജിസ്മോളുടെ കൈത്തണ്ടയിലെ ഞരമ്പ് മുറിച്ച നിലയിലായിരുന്നു. ഇവരുടെ പുറത്തും മുറിവുകളുണ്ടായിരുന്നു. കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തി. പുഴയിൽ ചാടുന്നതിന് മുൻപ് കുട്ടികളുമൊത്ത് ജിസ്മോൾ ആത്മഹത്യാ ശ്രമം നടത്തിയിരുന്നു എന്ന കാര്യം സാധൂകരിക്കുന്നതാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഇന്നലെ പോലീസ് നടത്തിയ പരിശോധനയിൽ ജിസ്മോളുടെ മുറിയിൽ നിന്ന് വിഷക്കുപ്പികളും കൈത്തണ്ട മുറിഞ്ഞതിന്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു. മൂന്നുപേരുടെയും മൃതദേഹങ്ങൾ പാലായിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. വിദേശത്തുള്ള ജിസ്മോളുടെ മാതാപിതാക്കൾ എത്തിയ ശേഷമാവും സംസ്കാര ചടങ്ങുകൾ. കേസിൽ ഏറ്റുമാനൂർ പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ഭർത്താവ് ജിമ്മിയുടെ വീട്ടുകാരുമായി ജിസ്മോൾക്ക് പ്രശ്നങ്ങൾ നിലനിന്നിരുന്നതായി പോലീസിന് സംശയമുണ്ട്. അമ്മയുമായി ജിമ്മി ആശുപത്രിയിൽ പോയ സമയമാണ് മക്കളുമൊത്ത് ജിസ്മോൾ ആത്മഹത്യ ചെയ്തത്. ന്യൂസ് മലയാളം, കോട്ടയം.